السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്ര വിശദീകരണത്തിനിടയിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ശേഷം ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്നാമത്തേത് മുഅ്തത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു കൊടുത്തുകൊണ്ട് മുഅ്തത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് റോമൻ സൈന്യവുമായി സഖ്യത്തിലിരിക്കുന്ന ക്രൈസ്തവ വിഭാഗവുമായി നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ് മുഅ്തത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഖൈബറിലെ പരാജയം ശത്രുക്കൾക്കുണ്ടായതിൻ്റെ ശേഷം, അതുപോലെ തന്നെ ഹുദൈബിയ കരാർ നിമിത്തം മുസ്ലിമീങ്ങൾക്കുണ്ടായ പ്രബോധന സ്വാതന്ത്ര്യത്തിനുമൊക്കെ ശേഷം അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന പല സഖ്യകക്ഷികളും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു എന്നതിനാൽ അറേബ്യൻ ഉപദ്വീപിനെ ഇസ്ലാമിന്റെ അത്തരത്തിലുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെ റോമൻ സൈന്യവുമായി സഖ്യത്തിലിരിക്കുന്ന കക്ഷികളുമായി സിറിയക്കടുത്തുള്ള മുഅ്തത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുകയുണ്ടായി. അതാണ് ചരിത്രത്തിൽ മുഅ്തത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3000-ഓളം ഭടന്മാരടങ്ങുന്ന ഒരു സംഘത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്തൊരു യുദ്ധമാണിത്. അവിടുന്ന് 3000-ഓളം വരുന്ന സഹാബാക്കളെ, ഒരു സംഘത്തെ
ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ഹിജറ 8-ാമത്തെ വർഷം ജമാദുൽ അവ്വലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കുകയാണ്. അവരുടെ സൈന്യ നായകനായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഈ യുദ്ധത്തിൽ മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് നായകനായി നിശ്ചയിച്ചത് ഒരാളെയല്ല, ഒരാൾക്ക് ശേഷം മറ്റൊരാൾ, അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ, അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ എന്ന നിലക്ക് 2-3 ആളുകളെ ഇതിന്റെ നായകത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. മറ്റൊരു യുദ്ധങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓരോ യുദ്ധങ്ങളിലും ഒരു നായകനെ നിശ്ചയിക്കും എന്ന് മാത്രം. ഈ മുഅ്തത്ത് യുദ്ധത്തിന് അയക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ആദ്യമായി എവിടെന്ന് പറഞ്ഞത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവാണ് ആദ്യം മുസ്ലിമീങ്ങളുടെ പതാക വഹിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങളുടെ നായകനായിക്കൊണ്ട് യുദ്ധത്തിൽ പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ യുദ്ധ കളത്തിൽ പ്രവർത്തിക്കേണ്ടത്. പിന്നീട് പറഞ്ഞു ഇൻ ഖുതില സയ്യിദുൻ, ഇതൊന്നും മുമ്പില്ലാത്ത കാര്യമാണ്, ഇതിനുള്ളൊരു പ്രത്യേകതയാണ്. ഇൻ ഖുതില സയ്യിദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സയ്യിദ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ, സയ്യിദ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ ഫജഅഫറുൻ, അപ്പോൾ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പതാക വഹിക്കണം. അപ്പൊ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവാണ് രണ്ടാമതായി നായകനായി കൊണ്ട് നിയോഗിക്കുന്നത്. സയ്യിദ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുക്കണം. അവിടെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല. വഇൻ ഖുതില ജഅഫറുൻ, ജഅഫർ കൊല്ലപ്പെട്ടാൽ ഫഅബ്ദുല്ലാഹി ബിൻ റവാഹ, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനായിരിക്കും നായകത്വം, പതാക വഹിക്കേണ്ടത് അദ്ദേഹമാണ്. മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കണം. ഓരോ യുദ്ധങ്ങളും ആ ചരിത്രങ്ങളും അതിലെ നായകന്മാരും അതിലെ സംഭവങ്ങളുമൊക്കെ മുസ്ലിമീങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ യുദ്ധത്തിൽ 3000-ഓളം ആളുകളാണ് ഏറ്റവും വലിയ ഭടന്മാരായിക്കൊണ്ട് നിയുക്തരായത്. ആദ്യ നായകത്വം സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അദ്ദേഹം വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. മഹാനവറുകളും വധിക്കപ്പെട്ടാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനാണ്. ഇങ്ങനെ പ്രത്യേകമായ നിർദ്ദേശം ഈ യുദ്ധത്തിൽ വരാൻ പോകുന്ന അപകട സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് കിട്ടി എന്ന നിലക്ക് തന്നെ വഹീന്റെ വെളിച്ചത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു നടപടി നിർദ്ദേശിച്ചുകൊണ്ടാണ് അവരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കിയത്. അങ്ങനെ മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാട് മുഅ്തത്ത് എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ 3000-ഓളം വരുന്ന സംഘത്തിന് കാണാൻ സാധിച്ചത് അപ്രതീക്ഷിതമായ ഒരു സംഘത്തെയാണ്. അഥവാ അവിടെ അവർ പ്രതീക്ഷിക്കാത്തൊരു എണ്ണം, 1,00,000-ഓളം വരുന്ന ശത്രു സൈന്യത്തെയാണ് മുഅ്തത്ത് യുദ്ധത്തിലേക്ക് പ്രവേശിച്ച, ആ പ്രദേശത്തേക്ക് പ്രവേശിച്ച ഘട്ടത്തിൽ ഈ 3000-ഓളം വരുന്ന സഹാബാക്കൾക്ക് കാണാനായത്. അവരുടെ മനസ്സിൽ പരിഭ്രമമുണ്ടായി, എന്ത് ചെയ്യണം എന്ന ഒരു ആശങ്കയുണ്ടായി. സ്വാഭാവികമാണല്ലോ, ഇനി എന്ത് ചെയ്യണം? അവർ കൂടിയാലോചന നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ സംഘശക്തിയെക്കുറിച്ച് വിവരം കൊടുത്തുകൊണ്ട് മദീനയിൽ നിന്ന് ഒരു വമ്പിച്ച സൈന്യത്തെ നമുക്ക് സഹായകമാകുന്ന നിലക്ക് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ആളെ പറഞ്ഞേക്കണോ? എന്താണ് നമ്മൾ വേണ്ടത്? അതോ നമ്മളുള്ള ആളുകൾ തന്നെ പോരാടണോ? ഈ രൂപത്തിൽ സഹാബിമാര് പരസ്പരം കൂടിയാലോചന നടത്തി. അങ്ങനെ കൂടിയാലോചന നടത്തുന്നതിനിടയിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിന് ആവേശം പകരുന്ന നിലക്ക് അവിടുന്ന് അവരോട് പ്രസംഗിച്ചു. യാ ഖൗം, എന്റെ ജനങ്ങളെ, മരണത്തെ പേടിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഷഹാദത്ത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. രക്തസാക്ഷ്യം കിട്ടുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക്. നാം ഇതുവരെയും ജനങ്ങളുമായി പോരാടിയതും യുദ്ധം ചെയ്തതും എണ്ണപ്പെരുപ്പം കൊണ്ടല്ല, ശക്തിപ്രഭാവം കൊണ്ടല്ല, സംഖ്യാബലം കൊണ്ടല്ല,
വലാ നുഖാതിലുഹും ഇല്ലാ ബിഹാദദ്ദീൻ. നമ്മുടെ കയ്യിൽ ഈ ദീനുണ്ട്, ഈ ആദർശം നമ്മുടെ കയ്യിലുണ്ട്. ആ ആദർശത്തിന്റെ ബലത്തിൽ, ഏതാണ് നമ്മുടെ ആദർശം, ഏതാണ് നമ്മുടെ ദീൻ? അല്ലദീ അക്രമനല്ലാഹു ബിഹി, അല്ലാഹു നമ്മെ ആദരിച്ച് ഈ ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കുവാൻ തൗഫീഖ് നൽകിയവനാണല്ലോ. ആ ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് ആ ശക്തി തന്നെ നമുക്ക് മതി. അതുകൊണ്ട് ഫന്തലിഖു, മുന്നേറുക, യാത്ര തുടരുക. ഫഇന്നമാ ഹിയ ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു വിജയം നമുക്ക് കിട്ടും. ഇമ്മാ ളുഹൂറുൻ, ഒന്നുകിൽ വിജയം, അതല്ലെങ്കിൽ ഷഹാദത്ത്, രക്തസാക്ഷ്യം നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ഈ സംസാരം കേട്ടപ്പോൾ, ആവേശപൂർണമായ വാക്കുകൾ കേട്ടപ്പോൾ സഹാബത്തിനിടയിൽ പിന്നെ സംശയങ്ങളില്ല. ഉജ്ജ്വലമായ, ആവേശോജ്വലമായ ആ സംസാരത്തിൽ എല്ലാവരും അതിനെ പിന്തുണക്കുകയാണ്. അവർ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. യുദ്ധം ആരംഭിക്കുന്നു. മുഅത്തത്ത് യുദ്ധം ആരംഭിക്കുകയാണ്. പ്രസിദ്ധമായ യുദ്ധം ആരംഭിക്കുകയാണ്. വലിയ രൂപത്തിലുള്ള സൈന്യവുമായിട്ടാണ് 3000 ആളുകൾ ഏറ്റുമുട്ടുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് മറ്റു യുദ്ധങ്ങളെ പോലെ ആകില്ല, വളരെയേറെ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച തർത്തീബ് അനുസരിച്ച്, അവിടുന്ന് പറഞ്ഞുകൊടുത്ത ക്രമമനുസരിച്ച് ആദ്യമായി പതാകയേന്തി മുന്നണി പോരാളിയായി നിന്നത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. മഹാനവറുകൾ ശക്തമായി പോരാടി അധികം താമസിയാതെ മഹാനവറുകൾക്ക് ശക്തമായ പരിക്ക് പറ്റി. അദ്ദേഹം വഫാത്തായി, ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം ഓരോന്ന് പുലരുകയാണ്. ആ പോരാട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ലൈവായി കാണുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്നു കൊണ്ട് തന്റെ പ്രസംഗത്തിൽ മദീനയിൽ അവിടെയുള്ള സഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാണുന്നത് പോലെ വിവരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം വിളിച്ചോതുന്ന, അവിടുത്തെ മഹാത്മ്യം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണിത്. അല്ലാഹു തആല വഹയിലൂടെ എന്താണ് മുഅത്തത്തിൽ നടക്കുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ ദൃക്സാക്ഷി വിവരണം നൽകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടെ ബാക്കിയുള്ള സഹാബത്തിനോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖതബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ്, ഖുത്ബ നിർവഹിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ പറയാണ്, അഖദർ റായത സെയ്ദ് പതാക പിടിച്ചിരിക്കുന്നു. സഹാബിമാരെ, നമ്മൾ പറഞ്ഞയച്ച സംഘം പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. സെയ്ദ് നിർദ്ദേശപ്രകാരം പതാക പിടിച്ചിരിക്കുന്നു. അതാ ഫൗസീബ, അദ്ദേഹം പരിക്ക് പറ്റിയിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തിന് ആപത്ത് ബാധിച്ചിരിക്കുന്നു. സുമ്മ അഖദഹാ ജഅഫറുൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, അതാ പിന്നീട് ജഅഫർ പതാക പിടിച്ചിരിക്കുന്നു. ഫൗസീബ, അദ്ദേഹവും അതാ വധിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹവും അവിടെ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. സുമ്മ അഖദഹാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പിന്നീട് പതാക ഏന്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ യുദ്ധത്തെ വിവരിക്കുന്ന മധ്യേയുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പതാക ശക്തമായി പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ അദ്ദേഹത്തിന്റെ ശക്തമായ രൂപത്തിലുള്ള മുന്നേറ്റം അദ്ദേഹത്തിന് അധികം തുടരാനായില്ല. അദ്ദേഹത്തിന് ശക്തമായ നിലക്കുള്ള വെട്ടുകൊണ്ടുകൊണ്ട് മഹാനവറുകൾ ഷഹീദായി. ആ പതാക താഴെ വീഴാതെ ഉടനെ തന്നെ പിടിച്ച് ഏറ്റുവാങ്ങുകയാണ് ജഅഫർ റളിയല്ലാഹു തആല അൻഹു. ജഅഫർ റളിയല്ലാഹു തന്റെ വലത് കൈയിൽ പതാക വഹിച്ചുകൊണ്ട് മുന്നേറുകയാണ്. വലത് കൈ വെട്ടി ശത്രു വലത് കൈ വെട്ടിയപ്പോൾ പതറാതെ ജഅഫർ റളിയല്ലാഹു തആല അൻഹു കൊടി മാറ്റി പിടിച്ചു, ഇടത് കൈയിലേക്ക് പിടിച്ചു. ഇടത് കൈ കൊണ്ട് പതാക ഉയർത്തിപ്പിടിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു മുന്നേറുമ്പോൾ ഇടത് കൈയും ശത്രു അരിഞ്ഞു വീഴ്ത്തുകയാണ്. പിന്നീട് 2 കക്ഷത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പതാകയും വഹിച്ചുകൊണ്ട് അദ്ദേഹം നിന്ന് പോരാടുകയാണ്. മഹാനവറുകൾക്ക് അത് തുടരാനായില്ല, അദ്ദേഹത്തെയും അവർ കൊന്നുകളഞ്ഞു. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളാണ് പിന്നീട് പതാക ഏന്തുന്നത്. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ അദ്ദേഹം ഒരു കൈ നഷ്ടപ്പെട്ട് മറുകൈയിൽ പതാകയേന്തി പിന്നെ കക്ഷത്തിൽ കൊടി ഇടുക്കി പിടിച്ചുകൊണ്ട് ആ പോരാട്ടത്തിനിടയിൽ പോലും മഹാനവറുകൾ പതാക താഴെ വെക്കാതെ പോരാടി എന്നതിനെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം.
ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുൻതു ഫീഹിം ഫീ തിൽകൽ ഗസ്വ, ആ യുദ്ധത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഫൽതമസ്നാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ വധിക്കപ്പെട്ട് കിടക്കുന്നവർക്കിടയിൽ അന്വേഷിച്ചു നടന്നു. ഫവജദ്നാഹു ഫിൽ ഖത്ലാ, കൊല്ലപ്പെട്ടവരിൽ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടെത്തി. വവജദ്നാ, ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ മാ ഫീ ജസദിഹി ബിദ്അൻ വതിസ്ഈന മിൻ തഅനത്തിൻ വറംയത്തിൻ. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, 90-ലേറെ മുറിവുകൾ, 90-ലേറെ ബിദ്അൻ വതിസ്ഈന, 90-ലേറെ മുറിവുകൾ, കുത്തുകൊണ്ടതും ഏറുകൊണ്ടതും അമ്പുകൊണ്ടതും ഒക്കെയായിട്ട് 90-ലധികം മുറിവുകൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഞങ്ങൾക്ക് കാണാനായി എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി എവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം അബ്ദുല്ലാഹ് ഇബ്നു റവാഹത്ത് റളിയല്ലാഹു തആല അൻഹുവാണ് പതാക വഹിച്ചത്. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹവും വധിക്കപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ശേഷം പിന്നീട് ആ പതാക ഏന്തിയത് ഖാലിദ് ഇബ്നുൽ വലീദ്, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഇവിടുന്ന് നിർദ്ദേശിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മൂന്നാളുടെ കാര്യം കഴിഞ്ഞു. ഇനി ഒരാൾ വേണം, നേതൃത്വം വേണം, നേതാവ് വേണം. പെട്ടെന്ന് അവിടെ തെരഞ്ഞെടുക്കാനും കൂടിയാലോചിക്കാനും നേരല്ല. അവസരത്തിനൊത്തുയർന്നിട്ടില്ലെങ്കിൽ അപകടമാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തന്നെ മിൻ ഗൈരി ഇംറാത്തിൻ, അദ്ദേഹത്തെ പ്രത്യേകമായി ഇമാറത്തൊന്നും ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും ഖാനവറുകൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിലൂടെ വിജയമുണ്ടായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ, 10-12 ആളുകൾ ഷഹീദായ ഈ യുദ്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ നമ്മുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു നമ്മെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നില്ല. അവരവിടെ പോയ തന്നെ നന്നായത്. ഒരിക്കൽ വലിയ പ്രതിഫലമാണല്ലോ കിട്ടാൻ പോകുന്നത്. അത്യുന്നതമായ സ്വർഗീയ പദവികളിലേക്കാണല്ലോ അവർ ഉയർന്നത്. ഇവിടെയാണെങ്കിൽ അത് ലഭിക്കുകയില്ലല്ലോ എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ ഇരു കണ്ണുകളിൽ നിന്നും ഇങ്ങനെ കണ്ണുനീരൊലിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധരംഗത്തുണ്ടായ വിവരണങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുത്തതാണ് നമ്മൾ ഈ കേട്ടത്. ആ സേനാ നായകരുടെ മഹത്വവും പ്രതിഫലവും വ്യക്തമാക്കുന്ന വാചകമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പറഞ്ഞത്. പിന്നീട് ആ സമരത്തിന് നേതൃത്വം നൽകിയ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് സൈഫുൻ മിൻ സുയൂഫില്ലാഹ് എന്നാണ്. സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ ഗഡ്ഗത്തിൽ നിന്നുള്ള വാളിൽ നിന്നുള്ള ഒരു വാളാണ് അദ്ദേഹം. അങ്ങനെ സൈഫുല്ലാഹ് എന്ന പേരിലാണ് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതും നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണുവാൻ സാധിക്കും. ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത് ദുൽ ജനാഹൈൻ എന്നാണ്. ദുൽ ജനാഹൈനി, 2 ചിറകുകളുടെ ഉടമ, 2 ചിറകുകളുള്ള വ്യക്തി എന്നാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, കാന ഇദാ സല്ലമ, അദ്ദേഹം ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതിന്റെ ശേഷം, മുഅ്തത്തി യുദ്ധത്തിന്റെ ശേഷം ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കാണുമ്പോൾ സലാം പറയുമ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാ സലാം പറയാറുള്ളത്? അസ്സലാമു അലൈക യബ്ന ദിൽ ജനാഹൈൻ, അസ്സലാമു അലൈക യബ്ന ദിൽ ജനാഹൈൻ, 2 ചിറകുള്ള ആളുടെ മകനെ, 2 ചിറകുடைய ആളുടെ മകനെ, നിനക്ക് സലാം എന്നിങ്ങനെ മഹാനവറുകളുടെ ആ മഹത്വം മകന്റെ മുമ്പിൽ എടുത്തു പറയാറുണ്ടായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമരരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം പോരാടി ഒരു കൈ വെട്ടി വീഴ്ത്തപ്പെട്ടപ്പോൾ മറുകൈയിൽ പതാകയേന്തി 2 കൈയുമില്ലാതെ പോരാടിയ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വദാ മലായികത്തുകളുടെ കൂടെ പാറിക്കളിക്കുന്ന നിലക്ക് സ്വർഗ്ഗത്തിൽ അത്യുന്നതമായ പ്രത്യേകമായ 2 കൈകൾ നഷ്ടപ്പെട്ടതിന് പകരം 2 ചിറകുകൾ നൽകിക്കൊണ്ട് മറ്റാർക്കുമില്ലാത്തൊരു മഹത്വം നൽകിക്കൊണ്ട് മഹാനവറുകൾ ആദരിച്ചു എന്നതാണ് അതിന്റെ കാരണമെന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നിന്ന് വിശദീകരണമധ്യേ മഹാന്മാരായ പണ്ഡിതന്മാർ ആ റിപ്പോർട്ടുകൾ എടുത്ത് ചേർത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും.
അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല നേതൃത്വമെടുത്തു. മഹാനവറുകളും ആവുന്നത്ര പോരാടി, ശക്തമായി പോരാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ, അദ്ദേഹത്തെ കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട്, വഖദിൻ കസറത് തിസ്അതു വസിയാഫിൻ ഫി യദി ഖാലിദ് ഇബ്നുൽ വലീദ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വെച്ച് 9 വാളുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. 9 വാളുകൾ മുറിഞ്ഞു പോയി. ഇപ്പോൾ സാധാരണ ഒരാളെ അടിച്ചു 9 വടി ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞാൽ പ്രയോഗം എന്താ? 9 വാള് പൊട്ടി എന്ന് പറഞ്ഞാൽ അത്രയും 9 വാള് കൊണ്ട് വെട്ടി ശക്തമായി പോരാടി മഹാനവറുകൾ. പിന്നെ അദ്ദേഹത്തിന് തോന്നി, അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിപ്പിച്ചു, ഇപ്പോൾ ഒരു തന്ത്രം പ്രയോഗിക്കണം. കാരണം ലക്ഷങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാത്ത നിലക്ക് റോമൻ സൈന്യത്തിന്റെ ശക്തി എത്രയാണെന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. അവരുടെ യുദ്ധരീതി ഇതുവരെ അറിയില്ല, അവരുമായിട്ടുള്ള ആദ്യ ഏറ്റുമുട്ടല. അവരുടെ യുദ്ധരീതി എന്തൊക്കെയാണെന്ന് തന്ത്രജ്ഞനായ ഖാലിദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാനായി. അവരുടെ സമരവീര്യവും ശക്തിയും യുദ്ധരീതികളും തന്ത്രങ്ങളും ഒക്കെ ഇതിനിടെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചിട്ട് മഹാനവറുകൾ പിന്നെ ഒരു തന്ത്രമാ പ്രയോഗിച്ചത്. എന്ത്? ശത്രുവിനെ ഭീതിപ്പെടുത്തുന്ന നിലക്കുള്ള എന്തെങ്കിലും ഒരു കൗശലം സൂത്രം ചെയ്തുകൊണ്ട് ഇപ്പൊ പതുക്കെ പിൻവാങ്ങുന്നതാണ് നല്ലത്, പിന്നീടായിരിക്കാം ഒരറ്റാക്ക് നല്ലതെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു, വളരെ കൗശലക്കാരനായ സമർത്ഥനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യുന്നു? അണികളോട്, സഹാബത്തിന്റെ അണികളോടൊക്കെ പറഞ്ഞു, നമുക്ക് ഈ സൈന്യത്തെ ഒന്നുകൂടി പുനർക്രമീകരണം നടത്തണം. ഇപ്പോഴുള്ള സൈന്യത്തെ വലതുഭാഗത്ത് നിൽക്കുന്നവരെ ഇടതുഭാഗത്ത്, ഇടതുഭാഗത്ത് നിൽക്കുന്നവർ വലതുഭാഗത്ത്, മുന്നിലുള്ളവരെ പിന്നിൽ, പിന്നിലുള്ളവരെ മുന്നിൽ, ഇങ്ങനെ ഒരു സൈന്യ സംവിധാനം, ഒരു സജ്ജീകരണം ഒന്നുകൂടി നമുക്ക് നടത്തണം എന്ന് പറഞ്ഞ്, മാത്രമല്ല കുറച്ചാളുകളോട് മഹാനവറുകൾ പറഞ്ഞു, ഏറ്റവും പിന്നിൽ പോയിട്ട് നിങ്ങൾ ശക്തമായി പൊടിപടലങ്ങൾ ഇളക്കി വിടണം. ശക്തമായി പൊടിപടലങ്ങൾ ഇടക്കി വിടുന്നതിനിടക്ക് ആ മറവിലൂടെ നിങ്ങൾ ഓരോരുത്തരായി പിൻവാങ്ങിക്കൊള്ളണം. അതോടൊപ്പം ശത്രുക്കളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അതെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് വമ്പിച്ച സൈന്യമിതാ ഇവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നവർക്ക് തോന്നണം. ആ തന്ത്രം ശരിക്കും ഫലിച്ചു. പൊടിപടലങ്ങൾ ശക്തമായി ബാക്കിൽ നിന്ന് ഉതിർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിം സൈന്യം ഒന്നൊന്നായി പിൻവാങ്ങി എന്ന് മാത്രമല്ല, ശത്രു വിചാരിച്ചു ഒടിപാറി പിന്നിൽ നിന്ന് ഏതോ ഒരു വലിയ സൈന്യം വരുന്നുണ്ട്, അവരുമായി നമുക്ക് പോരാടാനാവില്ലെന്ന് കണക്ക് കൂട്ടിയ ആ ശത്രു സൈന്യം പിന്നൊരു പോരാട്ടത്തിനും പിന്തുടർന്നുകൊണ്ട് ആക്രമിക്കാനും മുതിരാതെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കണക്കൂട്ടൽ അനുസരിച്ച് തന്നെ ശത്രുക്കൾ പേടിച്ചുപോയി. വലിയൊരു സൈന്യം മദീനത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അവരങ്ങ് പേടിച്ചോടി, അവരങ്ങ് പിൻവലിഞ്ഞു. മുസ്ലിമീങ്ങൾ ഇങ്ങോട്ടും മാറി ഒരു മദീനയിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മുഅ്തത്ത് യുദ്ധം അവസാനിച്ചത്. അതിലൂടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കിയ യുദ്ധതന്ത്രങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ശേഷമുണ്ടായ പോരാട്ടങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷവും റോമൻ സൈന്യവുമായിട്ടും ആ രൂപത്തിലുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള വലിയ പോരാട്ടങ്ങൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് നടത്തിയതും മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയങ്ങൾ ഉണ്ടായി തീർന്നതിനൊക്കെ ഈ മുഅ്തത്ത് യുദ്ധത്തിൽ സ്വീകരിച്ച ഈ നയം, മഹാനവറുകൾ മനസ്സിലാക്കിയ ഒട്ടേറെ യുദ്ധതന്ത്രങ്ങൾ കാരണമായി എന്ന് ചരിത്രം നമുക്ക് കൃത്യമായി തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഇസ്ലാമികമായി ഒട്ടേറെ കാര്യങ്ങൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. അവിടുത്തേക്ക് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ എങ്ങനെ പറയാൻ സാധിച്ചു? ആദ്യം ഇന്നയാൾ പോരാടണം, ശേഷം ഇന്നയാൾ, പിന്നെ ഇന്നയാൾ. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരം കൊടുക്കുകയാണ് സ്വഹാബത്തിന്. അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ വഹിയുള്ള പ്രവാചകനല്ലാതെ ഇത് പറയാനാവില്ല. ആ മഹത്വമുള്ള നബിക്കല്ലാതെ ഇത് സമൂഹത്തെ അറിയിക്കാനാവില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ചരിത്രങ്ങളെ കൃത്യമായി ഗ്രഹിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തെ അറിഞ്ഞ് അത് പ്രചരിപ്പിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്ത് ജീവിതത്തിന്റെ പ്രയോഗരംഗത്ത് കാണിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തുന്ന, അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായിത്തീരുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രാന്ത പരിശ്രമം നടത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും റബ്ബിന്റെ കാവലുണ്ടാകുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു
കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.